വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുടെയും വിവിധ സംസ്കാരങ്ങളുടെയും സമന്വയമാണ് കേരള ട്രാവൽ മാർട്ടിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിൽ സുവർണ ലിപികളാൽ കേരളത്തെ അടയാളപ്പെടുത്താൻ KTM-ന് കഴിയും എന്നാണ് പ്രതീക്ഷ. വിവരസാങ്കേതിക രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തിന്റെ ഗുണകരമായ നേട്ടമുണ്ടായത് ആഗോള വിനോദസഞ്ചാര മേഖലയിൽ കൂടിയാണ്. വിരൽത്തുമ്പത്ത് തെളിഞ്ഞ കേരള വിസ്മയങ്ങളെ നേരിൽ കാണാനും ആസ്വദിക്കാനുമാണ് വിദേശ പ്രതിനിധികൾ KTM-ൽ എത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ തനത് സംസ്കൃതിയും ഭൂപ്രകൃതിയും കലകളുമെല്ലാം ആഗോളതലത്തിൽ കൂടുതൽ സ്വീകാര്യമാകാൻ KTM പോലുള്ള മഹാമേളകൾ ഇടയാക്കുമെന്നാണ് സ്വദേശികളെ പോലെ വിദേശികളും വിലയിരുത്തുന്നത്. On the Kerala Travel Mart, and I'm very thankful for this. It's a great country. I came from Germany. We are tour operator for Ayurveda, and in Germany Ayurveda is very popular. People like to go for Ayurveda. It's a healing system, and they like to go to Kerala. And I'm very happy to be here to meet a lot of partners and maybe also new partners. And it's really a great opportunity to join and attend this fair. Has been organized very well. We have a lot of suppliers that we are looking forward to, right from luxury to budget. So I think this is a great show, and we are really looking forward to be a part of it next year as well. We are too much interested in Kerala travel business, especially Ayurvedic treatments. We are looking for Ayurveda resorts here and good hotels. ഇംഗ്ലണ്ടിൽ നിന്ന് 67ഉം അമേരിക്കയിൽ നിന്ന് 55ഉം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 245ഉം റഷ്യയിൽ നിന്ന് 34 പേരും KTM-ൽ പങ്കെടുക്കുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് 41 പേരുടെ പങ്കാളിത്തവും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ കൂടുതൽ ടൂറിസം ഡെസ്റ്റിനേഷൻസും അതുപോലെ തന്നെ വെൽനസ് ഡെസ്റ്റിനേഷൻ, ആയുർവേദ ഡെസ്റ്റിനേഷൻ, ഇപ്പോൾ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ ഒരുപാട് ആയുർവേദ സെന്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സോമതീരം, അങ്ങനെ ഒരു ഒത്തിരി സെന്റേഴ്സ് ഉണ്ട്. കേരളം പോൺ ലോകങ്ങളിൽ അറിയപ്പെടുന്നത് ആയുർവേദത്തിന്റെ ഹബ്ബ്, ആയുർവേദ ഡെസ്റ്റിനേഷന്റെ ഹബ്ബ്. നമുക്ക് കേരളത്തിന് ആയുർവേദ ടൂറിസം എന്ന് പറഞ്ഞാൽ ആയുർവേദ ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ഉണ്ട്. അത് നമ്മൾ കേരളത്തിൽ കൂടുതൽ അതിനെ മെറ്റീരിയൽസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി വലിയ നല്ലൊരു ടീം, ബേബി സാറിൻ്റെയും അതുപോലെ തന്നെ ഇന്നത്തെ പ്രദീപ് സാറൊക്കെ ഉള്ള വലിയൊരു ടീം, നജീബ് സാറൊക്കെ ഉള്ള വലിയൊരു ടീം ഒരുമിച്ച് ചെയ്യുന്ന ഈ ഒരു എഫേർട്ട് തീർച്ചയായിട്ടും നമ്മുടെ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിക്ക്, പ്രത്യേകിച്ച് സ്പെഷ്യലി ഫ്രം ദ ഗൾഫ്, നമ്മൾ ഗൾഫ് എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഗൾഫിൽ നിന്ന് അറബികളെ നമ്മൾ കേരളത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇവിടുത്തെ ഇതുപോലത്തെ മാർട്ടുകൾ തീർച്ചയായിട്ടും ഗുണം ഇതിന് മുൻകാലങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി കൊറോണയ്ക്ക് ശേഷം ഇത് കൂടുതൽ അത് എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിന് അനന്ത സാധ്യതകളുണ്ടെന്ന് ഈ നാടും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പേർ മേളയിലെത്തിയിട്ടുണ്ട്. ഇത്തരം കാഴ്ചകളുടെ വൈവിധ്യം കേരള ട്രാവൽ മാർട്ടിനെ വേറിട്ടതാക്കുകയാണ്. വിദേശികൾക്കും സ്വദേശികൾക്കും ഏറെ ആസ്വാദ്യകരം. ജോസഫ് പരച്ചിക്കലിനൊപ്പം രശ്മി ജയദാസ്.